ഇത്രയും നേരം പറഞ്ഞ തൈറോയിഡിൻ്റെ പ്രവർത്തന കുറവ് മൂലമുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചാണ്. തൈറോയിഡ് രോഗങ്ങളിൽ 80% അല്ലെങ്കിൽ 90% ഹൈപ്പോ തൈറോയിഡിസമാണ് കാരണം. അപൂർവം ചില കേസുകളിൽ ഹൈപ്പർ തൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടിപ്പോകുന്ന അവസ്ഥ. അതിന് പ്രധാനമായും കാരണമാകുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ വളർച്ചകളാണ്. തൈറോയിഡ് ഗ്രന്ഥി കൂടുതൽ വലുതാവുകയും അത് കൂടുതൽ ഹോർമോൺ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. T3, T4 ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നു. പലപ്പോഴും ഗോയിറ്റർ എന്ന് പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസത്തിനേക്കാൾ കൂടുതൽ ഹൈപ്പർ തൈറോയിഡിസത്തിനാണ്. ഇതിൻ്റെ ലക്ഷണം പലപ്പോഴും ഹൈപ്പോ തൈറോയിഡിസത്തിന് നേരെ വിപരീതമാകുന്ന ലക്ഷണങ്ങളാണ്. ഉദാഹരണത്തിന് ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗികൾക്ക്, തൈറോയിഡിൻ്റെ പ്രവർത്തന കുറവുള്ള രോഗികൾ തടി വെച്ച് വരുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗികൾക്ക് എത്രമാത്രം ഭക്ഷണം കഴിച്ചാലും ക്ഷീണിച്ച് വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുക. എത്ര ഭക്ഷണം കൊടുത്താലും അവർ ശരീരം വളരെയധികം മെലിഞ്ഞിരിക്കുന്ന അവസ്ഥ. പലപ്പോഴും അത് ബാലടിബി ആണോ എന്നെല്ലാം നോക്കി കൊണ്ട് നടന്ന് ബാലടിബിയുടെ മരുന്ന് കൊടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. തൈറോയിഡിൻ്റെ അമിത പ്രവർത്തനമായിരിക്കാം അയാൾ വളരെ അധികം ശോഷിച്ച ശരീരപ്രകൃതിക്ക് ഇടവരുത്തുന്നത്. ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗി തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. AC ഇടുന്നതിനും ചിലപ്പോൾ ഫാനിട്ട് കിടന്നു പോലും ചൂടുകാലത്ത് പോലും ഉറങ്ങുന്നതിന് അവർക്ക് സാധ്യമല്ലാതെ ആയിരിക്കുന്ന അവസരത്തിൽ എത്ര തണുപ്പത്തും AC-യിൽ മാത്രം ഉറങ്ങാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയായിരിക്കാം ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗി പ്രകടിപ്പിക്കുക. ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗികളുടെ രക്തപരിശോധന നടത്തി നോക്കുമ്പോൾ അതിൽ പ്രധാനമായും കാണുന്ന ഒരു വ്യത്യാസം, ഹൈപ്പോ തൈറോയിഡിസത്തിന് TSHൻ്റെ ലെവല് നോർമലിനേക്കാളും വളരെ ഉയർന്ന ലെവലിൽ, സാധാരണത്തിൽ അത് 5.5 യൂണിറ്റ് വരെ വരാൻ പാടുള്ളൂ. 0.5 മുതൽ 5.5 വരെ വരാവുന്ന സ്ഥാനത്ത് ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗിക്ക് 0.5നേക്കാളും വളരെ കുറഞ്ഞ 0.0 അല്ലെങ്കിൽ 0.00 ലെവലിലേക്ക് വരുന്ന അവസ്ഥ വരാം. അത് ഹൈപ്പർ തൈറോയിഡിസമാണ്. എന്നാൽ ഹൈപ്പോ തൈറോയിഡിസത്തിനുണ്ടാകുന്നത് TSHൻ്റെ ലെവല് 5.5നേക്കാളും ഉയർന്ന് ചിലപ്പോൾ 100 അതിനേക്കാൾ അധികമായി മാറുകയും ചെയ്യുന്നു. ഹൈപ്പോ തൈറോയിഡിസത്തിന് T3യുടെ അളവ് പലപ്പോഴും നോർമലായിരിക്കും. T4ൻ്റെ അളവ് നോർമലിനേക്കാളും കുറവ് വരും. അതിൻ്റെ അളവ് 12 യൂണിറ്റ് വരെയാണ്, 5 മുതൽ 12 യൂണിറ്റ് വരെയാണ്. എന്നാൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗിക്ക് ഇതിനേക്കാളും കുറഞ്ഞ 5നേക്കാളും കുറഞ്ഞ അവസ്ഥ എത്തുന്നു. എന്നാൽ മറിച്ച് ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗിക്ക് 12നേക്കാൾ കൂടിയ തൈറോക്സിൻ ലെവല് T4 എന്ന് പറയുന്ന അളവ് എത്തുന്നു. ഇത് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം തിരിച്ചറിയാനുള്ള പ്രൈമറി ആയുള്ള ടെസ്റ്റിൽ തിരിച്ചറിയാവുന്ന പോയിൻ്റാണ്. എന്നാൽ അപൂർവം രോഗിനെയും ഡോക്ടറെയും അത്ഭുതപ്പെടുത്തുന്ന ഒരവസ്ഥ, T3യും T4ഉം കൂടുതലായി കാണുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും TSH ലെവല് കുറഞ്ഞു കാണണം. എന്നാൽ T3, T4 കൂടുതലായി ഉണ്ടാകുകയും TSH ലെവല് അവിടെ കൂടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം തൈറോയിഡ് അല്ല, നമ്മുടെ തലച്ചോറ് മസ്തിഷ്കമാണ് അതിന് കാരണമാകുന്നത്. മസ്തിഷ്കത്തിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയോ ഹൈപ്പോ തലാമസോ ആണ് അതിന് കാരണമായി മാറുന്നത്. അത് മറ്റൊരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. T3, T4 ലെവല് സഫിഷ്യൻ്റ് ആവാതിരിക്കുകയും അങ്ങനെ സഫിഷ്യൻ്റ് ആവാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും TSH ലെവൽ ഉയർന്ന അവസ്ഥയിലെത്തേണ്ടതാണ്. എന്നാൽ അപൂർവം ചില കേസുകളിൽ T3, T4 വളരെ കുറഞ്ഞ അവസ്ഥയിലെത്തുകയും TSH ലെവൽ കൂടാതെ ചിലപ്പോൾ നോർമൽ ലെവലിലോ നോർമൽ ലെവലിനേക്കാളും കുറഞ്ഞ അവസ്ഥയിലോ ചിലപ്പോൾ കാണാം. അങ്ങനെ കാണുമ്പോഴും തീർച്ചയായിട്ടും അയാളുടെ CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. ഹൈപ്പോ തലാമസിൻ്റെ പ്രവർത്തനത്തിൻ്റെ വൈകല്യമോ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ വൈകല്യം മുഖാന്തരമാണ് നമ്മൾക്ക് അങ്ങനെ സംഭവിക്കുക. കാരണം തൈറോയിഡിന് സുഗമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ട തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന TSH ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നാണ്. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആവശ്യത്തിന് ലഭിച്ചാൽ മാത്രമേ
തൈറോയിഡിന് അതിൻ്റെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. എന്നാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് അതിനെ ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടാക്കണമെങ്കിൽ ഹൈപ്പോതലാമസ് നല്ല രീതിയിൽ പ്രവർത്തിച്ച് TRH എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ TRHൻ്റെ കുറവോ അപര്യാപ്തതയോ TSHൻ്റെ കുറവോ അപര്യാപ്തതയോ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യമായി തെറ്റിദ്ധരിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കാം. അതിനാണ് സെക്കൻഡറി ഹൈപ്പർ തൈറോയിഡിസം, സെക്കൻഡറി തൈറോയിഡ് രോഗങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി തൈറോയിഡ് ഡിസീസ് എന്ന് പറയുന്നത്.